ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ സ്വാധീനിക്കാറുള്ളത് 3 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ആകർഷണീയമായ പ്രസംഗം, നല്ല അടുക്കും ചിട്ടയുമുള്ള ആകർഷണീയമായ നല്ല മനോഹരമായ പ്രസംഗം ആളുകളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും. രണ്ടാമത്തേത് താഴേക്കടയിലേക്ക് ഇറങ്ങി പോസ്റ്റർ കൊട്ടിച്ച് ബക്കറ്റ് വിരിയൊക്കെ നടത്തി കൊടിയൊക്കെ പിടിച്ച് ഉള്ള പ്രവർത്തനം ജനങ്ങളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും. മൂന്നാമത്തേത് നല്ല വാക്കുകൾ ഉപയോഗിച്ച് കുറിക്കുകൊള്ളുന്ന എഴുത്തുകൾ ആകർഷിക്കപ്പെടും. ഇപ്പൊ ബഷീറൊക്കെ ഉണ്ടല്ലോ, ബഷീറിന്റെ എഴുത്തൊക്കെ നോക്കിയാൽ ആളെ കണ്ടാൽ ഇങ്ങനെ വീടിക്കുറ്റിന്റെ മരത്തൊരു സാധനമാണ്. പക്ഷെ എഴുത്ത് ഭയങ്കരമായിട്ട് കുറിക്കുകൊള്ളുന്ന എഴുത്തുകളായിരുന്നു, ആകർഷിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യർ, ഒരാള് ജനങ്ങളെ ആകർഷിക്കുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന്, അടുക്കും ചിട്ടയുമുള്ള മനോഹരമായ പ്രഭാഷണം. രണ്ടാമത്തേത് കുറിക്കുകൊള്ളുന്ന ലേഖനങ്ങൾ, എഴുത്തുകൾ. മൂന്നാമത്തേത് താഴേക്കടയിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ. ഇത് 3ആണ്. എന്നാൽ ഹൈദരലി ശബ്ദങ്ങൾ അപ്പോൾ 3 അല്ല. അടുക്കും ചിട്ടയുമുള്ള പ്രസംഗമാണോ? അല്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞ് പിന്നെ അടുത്ത വാക്ക് കുറേ ഉണ്ടാവില്ല. പള്ളിയിൽ ഗാനത്തിന് ചെന്നാലും എപ്പോൾ ചെന്നാലും ഒരേ ഹദീസ് തന്നെ ഓതുള്ളൂ. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. അതിൻ്റെ അർത്ഥം പറയും. അടുക്കും ചിട്ടയുമുള്ള പ്രസംഗമല്ല. വലിയ ലേഖനം എഴുതുന്ന നല്ല കുറിക്കുകൊള്ളുന്ന ചാട്ടുളി പ്രയോഗങ്ങളുള്ള ലേഖകനും അല്ല. ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ എവിടെയെങ്കിലും ലേഖനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൂപ്പര് എഴുതിയതായിരിക്കില്ല, മൂപ്പര് പറഞ്ഞു കൊടുത്തിട്ട് ആരെങ്കിലും എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ എഴുതിയിട്ട് സമ്മതം മേടിച്ചതായിരിക്കും. അങ്ങനെ ലേഖനങ്ങൾ എഴുതുന്ന ഒരാളുമല്ല ഹൈദരലി ശിഹാബ് തങ്ങൾ. താഴേക്കടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന, പോസ്റ്റർ കൊട്ടിച്ച് കൊടിയൊക്കെ പിടിച്ച് ബക്കറ്റ് വീരൊക്കെ നടത്തി അങ്ങനെയുള്ള ഒരാളുമല്ല. പിന്നെന്താ? ഹൈദരലി ശിഹാബ് തങ്ങൾ വാപ്പാനെ വേർതിരിക്കുന്നത് 3 ഘടകങ്ങളാണ്. അതാർക്കുള്ള എല്ലാ മൂപ്പർക്ക് മാത്രമല്ല, 3 ഘടകങ്ങൾ. ഒന്ന്, സ്നേഹമാണ്. 2, ക്ഷമയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ മരുത്തല്ല. ഞാൻ ഒരിക്കൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റിയിട്ട് ഒരിക്കൽ കൊളത്തൂർ മൗലവി ഒരു സംഭവം പറഞ്ഞു തരണ്ടായി. ഒരു മഹല്ലിൽ ഒരിക്കലൊരു വെള്ളിയാഴ്ച ഒരാൾ പിരിവിന് വന്നിത്രേ. ഇങ്ങനെ ഒരു ഇന്നോടത്ത് ഇന്നാലിന്ന ആള് അയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. ശിഹാബ് തങ്ങളൊരു എഴുത്തേറ്റൊരു മഹല്ലിൽ ഒരാൾ പിരിവിന് വന്നു. സുഖമില്ലാത്ത ആളാണ്, ഒരുപാട് കടങ്ങളുണ്ട്, കാര്യമായി അയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു എഴുത്ത്, ശിഹാബ് തങ്ങളെ എഴുത്ത് കിട്ടിയപ്പോൾ മഹല്ലിക്കാർ കത്തൊക്കെ വായിച്ചു. കാതിയുടെ എഴുത്തല്ലേ കിട്ടിയത്, ഓലത് പള്ളിക്ക് പറഞ്ഞു. നല്ല പിരിവ് നടത്തി, നല്ല പൈസയും കിട്ടി. പിരിവൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഒരാൾക്കൊരു സംശയം, കത്തിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. ഇത്ര വലിയ കത്ത് ആരും എഴുതലില്ല, ശിഹാബ് തങ്ങളെ എഴുതലില്ലല്ലോ എന്നൊരു സംശയം ഒരാൾക്ക്. അങ്ങനെ ശിഹാബ് തങ്ങളെ എഴുതിയ വേറൊരു കത്തെടുത്തുങ്ങാണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ ലെറ്റർ ബേർഡ് മാറിയിരിക്കണം. പേരൊന്നാണെന്നേ ഉള്ളൂ, ലെറ്റർ ബേർഡ് വേറെയാണ്. ശിഹാബ് തങ്ങൾ ലെറ്റർ ബേർഡും അല്ല, മൂപ്പരെ കയ്യക്ഷരവും അല്ല, ഒന്നുമല്ല. ശിഹാബ് തങ്ങളെ കത്തിൻ്റെ അതേമാതിരത്തെ കത്ത് വേറെ ഉണ്ടാക്കിയിട്ട് അതിൽ നല്ലൊരു മാറ്ററൊക്കെ തയ്യാറാക്കി മൂപ്പരനെ ഒപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് തിരിച്ചാണ് നടന്നത്. ആൾക്കാർക്ക് ഇങ്ങോട്ട് ഹാലിളകുമല്ലോ, ആർക്കാരും ഇളകൂല, നമ്മക്കാണെങ്കിലും ഇളകും. വേഗം ജീപ്പ് വിളിച്ചിങ്ങാണ്ട് ചങ്ങാതിനായി കയറ്റിട്ടിങ്ങാണ്ട് ചോറ് കഴിക്കാനൊന്നും ഒന്നുമില്ല, നേരെ പാണക്കാട്ടിക്ക് വന്നു. നേരെ പാണക്കാട്ട് വന്ന് ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെന്ന ആൾക്കാരെ കൂടി കണ്ടപ്പോൾ എന്താ ഇപ്പോൾ പോകുന്നു ചോദിച്ചു. തങ്ങൾ പാപ്പാ, ഈ ചങ്ങായി ഉണ്ടല്ലോ, നിങ്ങളെ പേരിൽ ലെറ്റർ ബേർഡ് കട്ടടിച്ചിട്ട് ഓൻ പിരിച്ച്, എവിടൊക്കെ പിരിച്ചത്, എത്രയൊക്കെ പിരിച്ചതെന്ന് യാതൊരു ലെവലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശിഹാബ് തങ്ങൾ ചോദിച്ചു, തരേ തന്നോട് അജ് പിരിച്ചോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്തിനെ പിരിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് വേറൊരു വയ്യില്ലായിട്ട് ചെയ്തന്നു. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ദ്വാരം കണ്ട് പെയ്ക്കോളിയാറ്. ഇതാണ് സംഗതി. സ്നേഹം എന്ന് പറഞ്ഞ സാധനം അതാണ്. അത് പൊട്ടുമുറിയല്ല, അത് നമുക്ക് ഇവിടെ പീടിയിൽ നിന്ന് പോയിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനമൊന്നുമല്ല. ഒരു 2 റുപ്യക്ക് സ്നേഹം ആ പീടിയിൽ നിന്ന് കിട്ടൂല, അവിടെ ഉണ്ടാവുക തന്നെ വേണം. അതുപോലെ വല്ലിപ്പാക്ക് ഉണ്ടായിരുന്നു. വല്ലിപ്പണ്ട് മദീനത്ത് കിടന്നുറങ്ങുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പർക്കുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജാഹിലിന്റെ പേരിൽ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു.
സൽക്കാരത്തിന് പോകുമ്പോൾ വൈക്കന്ന് ജിബ്രീലിനെ കണ്ടു അലൈഹിസ്സലാം. എവിടുക്കാ പോണോ ചോദിച്ചു. അതിലിങ്ങനെ സൽക്കാരത്തിന് പോവുകയാണ് പറഞ്ഞു. ആയിക്കോട്ടെ ഞാനും ഉണ്ട് പറഞ്ഞു. ആ ശരി പറഞ്ഞു. പോയി. ഇവ എന്താ ചെയ്യുന്നത്, പെരൻ്റെ മുന്നിൽ ഒരു കുയ്യൊത്തിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ മണ്ണിട്ട് വെച്ചിക്കാണ് ചാടിക്കാൻ വേണ്ടിയിട്ട്. നബി ഇങ്ങനെ വരുന്നുണ്ടോ, ജിബ്രീലിനെ പിന്നെ മൂപ്പര് കാണുന്നില്ലല്ലോ. നബി ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഡൈനിങ് ഹാളിൻ്റെ കർട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം ചാടും നിർത്തിയിട്ട് ഡൈനിങ് ഹാളിനെ ജനലിൻ്റെ കർട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും. ചാടും. മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കൈയൊടിച്ചുകൊണ്ട് സൈഡിൽ കൂടെയാണ് കൊണ്ടുപോയി. പറ്റിച്ചല്ല പണി. മൂപ്പര് മഹമ്മദേ ദീ കൂടെ പോയി അറിഞ്ഞാണ് ചെന്നുകൊണ്ടാണ് ചാടി കുജിക്ക്. എന്നിട്ട് ആ പെരേന്ന് ചോറ് വെച്ചിട്ടാണ് മുഹമ്മദ് നബി പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓലെ വല്ലിപ്പണ്ട് മദീനത്ത് കിടക്കുന്നു. ആ ഗുണം കിട്ടിയതാണ്. അതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. അതുണ്ടായിരുന്നു. രണ്ടാമത് സഹിഷ്ണുത ഉണ്ടായിരുന്നു. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ ഉണ്ട്. വാപ്പ മരിച്ചു, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചു. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. മരിച്ചാല് കുറേ ആണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞൊക്കെ ഒഴിച്ചിട്ട് അവസാനം നമ്മൾ പറയും ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയും. അല്ലാതെ കട്ടിൽ കയറി പോവുക. അതല്ല ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ അസ്സബ്റു ഇന്ദ സ്വദുമത്തിൽ പോലെയാണ്. വിപത്ത് വരുന്നതിന് മുമ്പ് ക്ഷമിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് സഹിഷ്ണുത. വരാനുള്ളിടത്തോളം വന്നോട്ടെ, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഹൈദലി ശാബ്ദങ്ങൾ പാപ്പാക്ക് ഇന്നും ഇന്നലെയും ദണ്ണം തുടങ്ങിയൊന്നുമല്ല. നമ്മളെന്നെ അറിഞ്ഞ് ഞമ്മക്കൊക്കെ ഒരു ദണ്ണം ഉണ്ടായോ കണ്ട് അങ്ങാടിയിൽ അറിയാത്ത ഒറ്റ മനുഷ്യനും ബാക്കി ഉണ്ടാവില്ല. നമ്മളെന്നെ ഇറങ്ങിക്കാണ്ട് പറയില്ലേ. അതെന്നെ ഇതന്നെ ചെയ്യാം. ഒരു ചെറിയ ഷുഗറിന്റെ പൊട്ടുണ്ടായാൽ മതി. കല്യാണ ശേഷത്തിന് എന്നഞ്ഞ അറിയാത്ത ആരെങ്കിലും ബാക്കി ഉണ്ടാവും. അത് ഷുഗർ മുഴുവൻ വേണ്ട, എന്ത് മതി, ഒരു ഷുഗറിന്റെ ചെറിയ ഒരു പൊട്ടുണ്ടായാൽ മതി. ഒരു കല്യാണ നിശ്ചയത്തിന് കൂടി കൊടുത്ത് ഞാനും ഓന് ഷുഗർ ഉണ്ട് എന്ന് അറിയാത്ത ബാക്കി ഉണ്ടാവില്ല. ആ തരത്തിലാണ് മധുരമില്ലാത്ത ചായ അനൗൺസ് ചെയ്യുക. പിന്നെന്താ നമ്മൾ കാട്ടുക? എവിടെ ക്ഷമയും സഹിഷ്ണുതയൊക്കെ അതൊക്കെയാണ് പോവുകയാണ് നമുക്കെന്ന്. ഇതൊക്കെയാണ് അവരെ വേർതിരിച്ചിട്ടുള്ള ഘടകങ്ങൾ. അപ്പോ ദിക്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. മനാഖിബുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയുക എന്നത് ദിക്റാണ്. അതിലാണ് മങ്കൂസ് മൗലിദും മുഹ്യിദ്ദീൻ മൗലിദും റിഫായി മൗലിദും ഷറഫലന മൗലിദും ഖിദ്ർ മൗലിദും സുലൈമാൻ മൗലിദും എല്ലാം വരുന്നത്. ദിക്റിന് ഇനി വേറെ അർത്ഥമുണ്ട്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. അംബിയാക്കളെ പറയൽ ഇബാദത്തും സ്വാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാകുന്നു എന്നുള്ളടത്ത് തഫ്സീറിലുണ്ട്. ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ പേര് പറയുക എന്ന്. നല്ല മനുഷ്യന്മാരെ പേര് പറയൽ ദിക്റാണ്. തസ്ബീഹ്മാല എടുത്തിട്ട് ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം വെറുതെ പറഞ്ഞാൽ കൂലിട്ടു. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽ യസർ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബഅ. വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ് ഞാൻ ചെല്ലിയത്. അത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ് നിയമം. വല്യമ്മ ചെല്ലണേ 15 വക ഏടിലുള്ളതാണ് ഇപ്പൊ ഞാൻ ചെല്ലിയത്. അത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ്. അതെന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം? വല്യപ്പ അല്ലാത്തോണ്ട് തന്നെ, വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം. സ്വാലിഹീങ്ങളുടെ പേര് ടെൻഷൻ ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ മതി. അന്തിസ്ദീനി സുവാത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഅഫ്സത്തും വസൗദാ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ.
അതും എഴുതി തന്നെ ഉള്ളത്. വല്യമ്മ ചെല്ലണേ 15 കേട്ടത്. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുകയും ചെയ്തു. തൊട്ടടുത്ത് ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് കുറ്റിപ്പുറത്തിനടുത്ത് ഒരു സ്കൂളിലെ ഉമ്മമാരുടെ മീറ്റിങ്ങിന് പോയി. ഒരു ഓഡിറ്റോറിയം നിറച്ച് ഉമ്മമാർ, വേറെ ആരുമില്ല. ഉമ്മമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, കുട്ടികളാരും കൊണ്ടുവരുതെന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് ഒരു സ്കൂളിൻ്റെ പേരൻസാണ് ഉമ്മമാർക്ക് മാത്രമുള്ള സംഗമം. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യമൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താപ്പോൾ ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി എന്തിവിടെ ഉണ്ടായി എന്ന് ചോദിച്ചു. അതിൽ അവർ പറഞ്ഞു, നഴ്സറി കുട്ടിനെ 1-ാം ക്ലാസ്സിലെ LP കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു, അതൊന്നും ഉമ്മാരോട് പറയണമെന്ന് എഴുതിയിട്ട് വിളിച്ചതാണ് പറഞ്ഞു. പഠിച്ചപ്പോൾ എന്താ വിഷയം എന്നറിയാം നിങ്ങൾ? കുട്ടി ഉറങ്ങിയെന്ന് എഴുതിയിട്ട് മൊബൈലുമ്പോൾ കഴിച്ചതാണ് ദിവസമായി. അത് കുട്ടി ഉറങ്ങലില്ല. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്. കുട്ടി ഉറങ്ങിയെന്ന് എഴുതിയിട്ട് മൊബൈൽ ഓണാക്കിയിട്ട് കാണാൻ പറ്റാത്തത് കണ്ടു. കുട്ടി അത് സ്ഥിരമായിട്ട് കാണലുണ്ട്. ഇമ്മ ഇതിൽ മുഴുകിയതുകൊണ്ട് കുട്ടി ഉണർന്നിരിക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്, അത് പ്രയോഗവൽക്കരിച്ചു. ഗൾഫ് ഫാമിലി അതിൽ വളരെ മുമ്പന്തിയിലാണ്. ഗൾഫിക്ക് പോണതിന് ഞാൻ എതിരില്ല, പോകണം, ഫാമിലിനെ കൊണ്ടുപോകണം. ഫാമിലിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ അമ്മായിമാർ വേഗം സമ്മതിക്കും വേണം. ആ അഭിപ്രായക്കാരനാണ് ഞാൻ. ഫാമിലിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ എളുപ്പം കൊണ്ടേക്കോ മനെ, ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയണം. പാപ്പാരുമാരും ഒക്കെ അങ്ങനെയാണ് പറയേണ്ടത്, കൊണ്ടേക്കോട്ടെ. കായൊന്നും ബാക്കി ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു ജീവിച്ച് തീർന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പൈസ ബാക്കിയൊന്നും ഉണ്ടാവില്ല ഫാമിലിനെ കൊണ്ടായാലും. പക്ഷെ കൊണ്ടുപോയാലുള്ളൊരു പ്രശ്നം ഉണ്ടാകും. എന്താ നിങ്ങൾ, നല്ല സൗകര്യമാണ്. ഇല്ലെങ്കിൽ കുറേ ഗൾഫ് ഫാമിലിനെ നമ്മൾ കാണുന്നതാണ്. ആകെ ഒരു 15 വലിപ്പമുള്ള ഒരു റൂമാണ് ഉണ്ടാകുക. 15 അടി നീളം 15 അടി വീതിയുള്ള ഒരു റൂം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡൈനിങ് ഹാള്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിറ്റ് ഔട്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലിവിങ് റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ബെഡ്റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂം, അതിൽ തന്നെയാണ് വാഷിംഗ് മെഷീന്, അതിൽ തന്നെയാണ് ഫ്രിഡ്ജും. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണ ഒച്ചയിലും കേൾക്കുമല്ലോ, അത് കേട്ടതാണ് പ്രശ്നം എന്ന്. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. അല്ല, ഇനിയിത് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുക, എന്നാൽ പിന്നെ അങ്ങനെയാണ് പറയാലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ ശ്വാസം വലിക്കണേ ഒച്ചയിലും കേൾക്കൂലേ. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ ഒരു മാനസിക തല എങ്ങനെയാ വെച്ചാൽ, ബാപ്പ വൈകിട്ട് വളരെ വൈകി പീടിയടച്ച് വരികയാണ്. അപ്പോൾ ഉമ്മാനോട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഉമ്മ പറയും ആ ഉറങ്ങിയെന്ന് അറിയും. അങ്ങനെ പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. ഏതായാലും ഉമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇനിയിപ്പോൾ നീച്ചാനാവില്ല എന്ന്. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. ഓല അങ്ങനെ കിടക്കുക ചെയ്യുക, സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതന്നെയാണ് പ്രശ്നം എന്ന്. ഇനി മനസ്സിലായില്ല എന്നാ തോന്നുന്നത്. അതന്നെയാണ് വിഷയം എന്ന്. മാതാപിതാക്കളിൽ നിന്നല്ലാതെ മക്കൾ ഒന്നും പഠിക്കുന്നില്ല. റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങി. ഇതാ ഇവിടെ ഓരോ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് സമ്മാനം. റബീഉൽ അവ്വൽ 12-ന് 5-ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിലിരിക്കണ വാപ്പ പറയും, അല്ലെങ്കിൽ ഉമ്മ പറയും, ഇൻ്റെ ചെറുക്കനാണത്, 3-മത്തോനാണ്, നല്ല പഠിക്കും, എൻ്റെ മാതിരി തന്നെയാണ്, വളരെ ഉഷാറാണ് എന്ന് പറയും. അതേ കുട്ടി കുരുത്തക്കേട് കാട്ടിയിട്ട് വേണ്ടാത്തത് ചെയ്തിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് പേരടിക്ക് അടി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറയും. അല്ല, എൻ്റെ ചെറുക്കൻ തന്നെയാണ്. സമ്മാനം വാങ്ങുമ്പോൾ മാത്രം എൻ്റെ ചെറുക്കനും, അടി കിട്ടിയാൽ കൂട്ടുകാരും കൂട്ടുകെട്ടും ആകുകയല്ല ചെയ്യണത്. മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്ക് ഉണ്ടാകുക. അൽ വലതു സിറു അബീഹി, ബാപ്പാൻ്റെ സ്വകാര്യത്തെ പരസ്യമാക്കുന്നവനാണ് മകൻ. ബാപ്പ ആരും കാണാതെ ചെയ്യണത് നാട്ടുകാരെ മൊത്തം കാണിച്ച് ചെയ്യുക എന്നതാണ് മകൻ്റെ പരിപാടി. അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. അടുത്ത തലമുറയുടെ സ്വഭാവം ക്ലിയറാക്കി എടുക്കണം. അതിനെന്താ വേണ്ടത്? നമ്മളെ സ്വഭാവം ക്ലിയറാണ്, അപ്പം തന്നെ അടുത്ത തലമുറൻ്റെ ക്ലിയർ ആവുള്ളൂ. സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്, എഴുതി പഠിക്കുന്നതല്ല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്നതാണ്. എങ്ങനെ പെരുമാറുന്നു, വാപ്പ എങ്ങനെ പെരുമാറുന്നു, ഉമ്മ എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കി കണ്ടാണ് യഥാർത്ഥത്തിൽ സ്വഭാവം പഠിക്കുന്നത്. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ നമുക്ക് കഴിയലില്ല. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ പറ്റുന്നില്ല. അയൽപക്കത്തു നിന്ന് ഒരു കുട്ടി നമ്മളെ പെരേക്ക് എന്തോ ഒരാവശ്യത്തിന് വന്നു എന്ന് വിചാരിച്ചോളി. നമ്മളെ കുട്ടി എന്തെങ്കിലും ഒരാവശ്യത്തിന് വന്നുകാണ്ട് ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സോ എന്തെങ്കിലും എടുത്തേക്കിന് അതാണ് വീണ് പൊട്ടി.
അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരുന്നു, അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു, പൊട്ടുന്ന ഗ്ലാസ്സിൽ ചായ കുടിക്കണതിൻ്റെ ഇടയിൽ ആ ഗ്ലാസ്സാണ് വീണ് പൊട്ടിയാൽ നമ്മൾ പറയും സാരമില്ല. കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ക്ലാസ് ആകുമ്പോൾ പൊട്ടാതിരിക്കൂല, അങ്ങനത്തെ ക്ലാസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, വേറൊരു ക്ലാസ്സിൽ ഒരു ഗ്ലാസ് കൂടിയും ചായ കൊടുത്താളി അറിയും. പിറ്റേ ദിവസം അതേ ക്ലാസ് നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് വീണ് പൊട്ടിയ സ്വഭാവം കൊണ്ട് മാറും. അനക്കല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ എന്താ പണി, ഉള്ളിടത്തോളം ക്ലാസ് മുഴുവൻ പൊട്ടിച്ച് തീർത്തില്ലേ എന്നായി. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കണം സ്വഭാവം ആനാൻ്റെ കുട്ടിനോട് കാണിക്കാൻ പറ്റണില്ല. മക്കൾ നമ്മുടെ സ്വഭാവം കണ്ടുപഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ നീക്കിവെപ്പ് സ്വഭാവത്തിൻ്റെ നീക്കിവെപ്പാകുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ നീക്കിയിരിപ്പ് വിദ്യാഭ്യാസമാണ്. പഠനം, വിദ്യാഭ്യാസം ക്ലിയർ ആവണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസം മറികടക്കണം. അപ്പോഴേ വിദ്യാഭ്യാസം ശരിയാവുള്ളൂ. മതവിദ്യാഭ്യാസത്തെ ഭൗതികം മറികടന്നാൽ പറ്റൂല. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ ആൾക്കാരും ഉണ്ടാവും, 3ാം ക്ലാസ് വരെ സ്കൂളിൽ പോയ ആൾക്കാരും ഉണ്ടാവും. എൻ്റെ ഒരു വലിയൊരു സുഹൃത്തുണ്ട്, അയമുട്ടിയാജി എന്ന് പറഞ്ഞൊരാൾ. പ്രായമായവരുടെ കൂട്ടത്തിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അയമുട്ടിയാജി. മൂപ്പരയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്രസയിൽ എത്രാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു. അതിന് 1ാം ക്ലാസ്സിലാണ് പറഞ്ഞു. ഈ സ്കൂളിലോ എന്ന് ചോദിച്ചു. സ്കൂളിലും ആകെ 1ാം ക്ലാസ്സിലാണ്, അത് ആകെ 3 ദിവസമാണ് പോയിട്ടുള്ളത് പറഞ്ഞു. അതായത് മൂപ്പർക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ, അപ്പോൾ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തുമില്ല. അപ്പോൾ അവസാനം മൂപ്പരൊരു വഴി പറഞ്ഞു, നമ്മൾ ഈ പാലത്തും ഒരു തീയതി എഴുതി വെച്ചിട്ടുണ്ടാവും, അതന്നെയാണ് തീയതി പറഞ്ഞു. അതെന്താ വെച്ചാൽ ഈ സ്കൂൾക്ക് പോണ സമയത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കൊണ്ടുവന്നൊരു ചെറിയ പാലുണ്ട്, ഒരു തോടിനുള്ളൊരു പാലുണ്ട്. ആ പാലം പണി നടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പഴയ കാലത്തൊക്കെ പറഞ്ഞിട്ടിരുന്നൊരു നുണയാണ്, പാലം പണിയെടുക്കുമ്പോൾ കുട്ടികളെ അറുത്തിട്ട് ചോര തേച്ചാൽ പാലത്തിന് നല്ല ഉറപ്പുണ്ടാവും എന്ന്. അങ്ങനെ ഒരു വെറുതെ ഈ കുട്ടികളൊക്കെ വെറുതെ പറഞ്ഞേക്കണ ഓരോ കഥയാണത്, അർത്ഥമില്ലാത്ത കഥ. അപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട് 3 ദിവസം പോയി, 3ാമത്തെ ദിവസമാണ് ഈ കഥ കേട്ടത്. പിന്നെ ആ വൈക്ക് പോയില്ല പറഞ്ഞു. അങ്ങനെ 1ാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു. അപ്പം അങ്ങനെ 1ാം ക്ലാസ് മദ്രസ, 1ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും, 2ാം ക്ലാസ് മദ്രസയും 2ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും, 3ാം ക്ലാസ് മദ്രസയും 3ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും. ഓലിങ്ങനെ തോട്ടത്തിലിങ്ങനെ തെങ്ങ് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലടാ അള്ളുണ്ട് എന്നുള്ളതിന് എന്താ എൻ്റെ അടുത്ത് തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറി പിടിച്ചിട്ട് ലേശം അടുത്തേക്കണ് വാനക്ക് ഞാൻ തെളിവ് ഇപ്പോൾ പറഞ്ഞുതരാമെന്ന് പറയും. ഓൻ്റെ ഈമാൻ പോവില്ല, ഓൻ്റെ ഈമാനൊരു കുഴപ്പം പറ്റില്ല. എന്താ കാരണം? ഭൗതിക വിദ്യാഭ്യാസം എത്രയാണോ മതവിദ്യാഭ്യാസവും അത്രയാണ് എന്നതാണ് കാരണം. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞത്. എത്രയും ഭൗതികം പഠിക്കാം, അത്ര മതം പഠിച്ചാൽ മതി, ഒരു കുഴപ്പവും സംഭവിക്കില്ല. എല്ലാവരും മൂല്യന്മാരാണെന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മൂല്യന്മാർ കുറച്ച് മതി, അല്ലെങ്കിൽ എനിക്കൊന്നും പണി ഉണ്ടാവില്ല. എല്ലാവരും മൂല്യരായ എന്താ കിട്ടുക? പക്ഷെ ഒരു തറവാട്ടിലൊരു മൂല്യർ വേണം. ഇനിയിപ്പോൾ വേനൽക്കാലം വരികയാണ്, ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞിട്ട് വേനൽക്കാലം വരും. വേനൽക്കാലം വന്നാൽ എല്ലായിടത്തും ഉണ്ടാവും കുടുംബസംഗമം. വേനൽക്കാലം വന്ന ഒരു പ്രധാന പരിപാടിയാണ് കുടുംബസംഗമം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിൽ അടക്കം ഓരോ സംഗമവും ഓരോ ബിരിയാണിയും വേണം, അതാണുള്ള സംഭവം. അപ്പോൾ ഓരോ കുടുംബസംഗമങ്ങൾ എതിരൊന്നും അല്ല കേട്ടോ, പറഞ്ഞേട്ടാ ചിലപ്പോൾ ഞാൻ അതിന് എതിരാന്ന് തോന്നും. എതിരായതുകൊണ്ട് പറയല്ല, എന്നാൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടേനും കുറേ അനുകൂലമായ ഘടകങ്ങളുണ്ട്. അപ്പോൾ കുടുംബസംഗമമൊക്കെ നടത്തുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രധാനപ്പെട്ട കുടുംബത്തിലും ഒരു മൂല്യർ വേണം, ഒരു ഡോക്ടർ വേണം, ഒരു പോലീസുകാരൻ വേണം, ഒരാൾ എൻജിനീയർ ഉണ്ടാവണം, ഒരാൾ വില്ലേജ് ഓഫീസർ ഉണ്ടാവണം, ഒരാൾ പഞ്ചായത്ത് ഓഫീസർ ഉണ്ടാവണം, ഒരാൾ ഹെഡ്മാഷായിരിക്കണം, ഒരാൾ മൂല്യരും ആയിരിക്കണം. അതില്ലെങ്കിൽ ഉണ്ടാക്കണം. ഒരു തറവാട്ടിൽ ഒരാൾ മൂല്യർ മയ്യത്ത് നിസ്കരിക്കാൻ, കല്യാണ നിശ്ചയത്തിന് നീച്ചെന്ന് വർത്താനം പറയാൻ ഒരു മൂല്യരുണ്ട്, അല്ലം തികഞ്ഞ മൂല്യർ ഒന്ന് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ അപ്പം എല്ലാം വേണം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭൗതികം എത്രയാണോ അറിയുക അത്ര മതവും പഠിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് മതം പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ ഭൗതിക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് എന്ന് തോന്നും. ഇതിൽ ദീനിന് വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല എന്ന് തോന്നും. സത്യത്തിൽ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന, മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും കട്ടിലിന് ശേഷവും നീണ്ടു നിൽക്കുന്ന സമഗ്രമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ജീവിത പദ്ധതിയെ മുഴുവനായും പഠിച്ചില്ലെങ്കിൽ
അതിൻ്റെ രഹസ്യം മനസ്സിലാവില്ല. ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ മുതലൊരുക്കണതുമായി ബന്ധപ്പെട്ട് ആണുങ്ങളെ പകുതിയുള്ളൂ പെണ്ണുങ്ങൾക്ക് എന്നുള്ളതാണ് പുതിയ വിവാദം. എന്താ അപ്പോൾ ഇസ്ലാമിൽ അനീതിയാണ്, സ്ത്രീകൾക്ക് പകുതിയേ ഉള്ളൂ. അങ്ങനെ ഒരു വിവാദം കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വിവാദങ്ങളും നമുക്ക് ആ വിഷയം പഠിക്കാനുള്ള അവസരമായി മാറ്റണം. അങ്ങനെ പഠിച്ചു നോക്കിയാൽ ആണും പെണ്ണും കൂടി മുതൽ ഓഹരി ചെയ്യുന്നത് 36 സന്ദർഭങ്ങളാണ് ഉണ്ടാവുക. ആണും പെണ്ണും കൂടി മുതൽ ഓഹരിച്ചെടുക്കുന്നത് 36 സന്ദർഭങ്ങളിലാണ് ഉണ്ടാവുക. അതിൽ വളരെ ചുരുങ്ങിയ 4 സന്ദർഭങ്ങളിൽ മാത്രം പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവാണ്. 14 സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് കൂടുതലും പുരുഷന് കുറവാണ്. ബാക്കി ധാരാളം സന്ദർഭങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേ മാതിരിയാണ്. 5 സമയങ്ങളിൽ ആണുങ്ങൾക്ക് തീരെ മുതൽ കിട്ടൂല, പെണ്ണിന് മാത്രമേ കിട്ടുള്ളൂ. 36ാമത്തെ ഒരു രംഗം എന്ന് പറഞ്ഞത് മരിച്ചാൾക്ക് മുതലില്ല, അതുകൊണ്ട് ആർക്കും കിട്ടൂല എന്നതാണ്. ഇങ്ങനെ 36 സന്ദർഭങ്ങളാണ് പരസ്പരം ആണും പെണ്ണും മുതൽ ഓഹരി ചെയ്യുന്നത്.